ഹായ് ഫ്രണ്ട്സ്, പച്ചച്ചോറാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. മുട്ട പുഴുങ്ങിയതാണ്. ഇന്നലെയൊക്കെ മീനായിരുന്നു. മുട്ട പുഴുങ്ങിയത് പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. മുട്ട പുഴുങ്ങിയതാണ് കൊടുക്കാൻ പോകുന്നത്. അതാരാ എണീറ്റ് വരണേ? ആഹാ, വിളിക്കണേന് മുമ്പ് എണീറ്റ്. നല്ല വിശപ്പുണ്ടെന്ന് തോന്നും. ഇപ്പം ഇന്ന് എത്ര വ്യത്യാസം ഉണ്ടെന്നറിയോ കാലിനൊക്കെ? ആ കുപ്പിയിൽ വെള്ളം പിടിച്ച കാരണം, ചൂടുവെള്ളം പിടിച്ച കാരണം. ഞാനിപ്പോൾ 10-15 ദിവസം, 17 ദിവസത്തോളം വീട്ടിൽ നിന്ന് വിട്ട് നിന്നതായിരുന്നു ഇവൻ്റെ അടുത്ത് നിന്ന്. എൻ്റെ മൂത്ത മോനുണ്ടായിരുന്നു ഇവിടെ ചോറ് കൊടുക്കാനൊക്കെ. അവൻ രാവിലെ പോകുമ്പോൾ കൊടുത്തിട്ട് പോകും, പിന്നെ വൈകുന്നേരം വന്നിട്ടേ കൊടുക്കുകയുള്ളൂ. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവൻ പറഞ്ഞു, കാല് ഇത്തിരി ഞൊണ്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവന് ആവി പിടിക്കാൻ നേരം കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വന്നപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പം അങ്ങനെ പോണു. ഞാൻ ആങ്ങളെ മരിച്ചിട്ട് പോയതായിരുന്നു. നമ്മളോട് പലരും പറയും, നമുക്കുള്ളത് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ കണ്ണിൻ്റെ നഷ്ടം വരുമ്പോഴാണ് നമ്മൾ കാഴ്ചയുടെ വില അറിയാമെന്ന് പറയും. അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴേ നമ്മളതിൻ്റെ വില അറിയുള്ളൂ. എൻ്റെ അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അപ്പൂപ്പനും അമ്മൂമ്മയും ഞാനൊരു 6-ലൊക്കെ പഠിക്കുമ്പോൾ മരിച്ചു. പിന്നെ എൻ്റെ 2 ആങ്ങളമാർ മരിച്ചു. ഇപ്പോൾ 3-ാമത്തെ ആങ്ങളയാണ് മരിച്ചത്. പിന്നെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു. മരണങ്ങളുടെ ഒരു ഇതാണെന്ന് പറയാം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, ഇപ്പോൾ 14 വർഷമായി. പിന്നെ ഇപ്പോൾ എൻ്റെ ഇളയ ആങ്ങള, എൻ്റെ നേരെ മൂത്ത ആങ്ങളമാരിൽ ഇളയത് ഇപ്പം മരിച്ചു. കാര്യം, ഇത്രയും വർഷം വീൽ ചെയറിലാണ് ഇരുന്നെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല ആയിരുന്നു ജീവിച്ചിരുന്നത്. പിന്നെ അതുപോലെ എന്നെ കഴിയുന്നത് പോലെ സാമ്പത്തികമായിട്ടൊക്കെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാത്തൂനും. അങ്ങനെ എന്നെ അത്രയും സ്നേഹിച്ച്, അമ്മയില്ലല്ലോ, അച്ഛനില്ലല്ലോ, ഹസ്ബൻഡില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിലിങ്ങനെ എന്നെ നന്നായിട്ട് കെയർ ചെയ്തിരുന്നു. ഇപ്പം ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ ആ വിഷമം അറിയണേ. നമ്മളും പലരോടും ഉപദേശിക്കും, പക്ഷേ ഉപദേശം കേൾക്കണവർ അതുപോലെ അങ്ങ് വിട്ടുകളയും. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ ഉപദേശിക്കുമ്പോഴും നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് നമ്മളും വിട്ട് കളയും. പക്ഷേ നമ്മൾക്കൊരനുഭവം വരുമ്പോൾ മാത്രമേ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുകയുള്ളൂ. അതാണ്. ജാങ്കോ ചോറ് മുഴുവൻ കഴിച്ചു.